കെ.സി. വേണുഗോപാലിന് ഭൂരിപക്ഷ എംഎൽഎമാരുടെ പിന്തുണയുണ്ടെങ്കിലും മുഖ്യമന്ത്രി കാര്യത്തിൽ കോൺഗ്രസിൽ അനിശ്ചിതത്വം തുടരുന്നു. ഘടകകക്ഷികൾ ഒരാളുടെയും പേര് പറഞ്ഞില്ലെങ്കിലും ജനവികാരം മാനിക്കണമെന്ന നിലപാട് പറഞ്ഞ് വി.ഡി. സതീശനുള്ള പിന്തുണ വ്യക്തമാക്കി. മുഖ്യമന്ത്രി സ്ഥാനത്തിൽ ഉടൻ റിപ്പോർട്ട് നൽകി തുടർ നടപടികളിലേക്ക് കടക്കാനാണ് നിരീക്ഷകരുടെ നീക്കം. 49 എംഎൽഎമാരാണ് പാർലമെന്ററി പാർട്ടി യോഗത്തിൽ കെ.സി. വേണുഗോപാലിന് വേണ്ടി അണിനിരുന്നത്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കെ.സി. തന്നെ വരണമെന്ന നിലപാടിൽ ഇവർ ഉറച്ചുനിന്നു. 35 പേരുടെ പിന്തുണയുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടി സതീശനും തൊട്ടു പിന്നാലെയുണ്ട്. 23 പേരുടെ പിന്തുണ രമേശ് ചെന്നിത്തലയും അവകാശപ്പെടുന്നു. ഭൂരിപക്ഷം എവിടെയാണോ അങ്ങോട്ടേക്ക് മറുകണ്ഠം ചാടാനും ചില എംഎൽഎമാർ ശ്രമം നടത്തുന്നുണ്ട്. മുഖ്യമന്ത്രി തിരഞ്ഞെടുപ്പിൽ പാർലമെന്ററി പാർട്ടി യോഗ തീരുമാനം അംഗീകരിക്കുന്ന കോൺഗ്രസിന്റെ കീഴ്വഴക്കം ഇവിടെയും തുടരണമെന്നാണ് ഭൂരിഭാഗം നേതാക്കളുടെയും അഭിപ്രായം. പാർലമെന്ററി പാർട്ടി യോഗത്തിനെത്തുന്നതിന് മുൻപ് എംപിമാരുമായി നിരീക്ഷകർ കൂടിക്കാഴ്ച നടത്തി. കെ. സുധാകരൻ കെ.സി. വേണുഗോപാലിനെ മുഖ്യമന്ത്രിയാക്കണമെന്നാവശ്യപ്പെട്ട് നിരീക്ഷകർക്ക് കത്തും നൽകി. മുഖ്യമന്ത്രി സ്ഥാനം ഇല്ലെങ്കിൽ മറ്റ് സ്ഥാനങ്ങൾ ഏറ്റെടുക്കാനുള്ള ബുദ്ധിമുട്ട് വി.ഡി. സതീശൻ നിരീക്ഷകരെ അറിയിച്ചു. പാർലമെന്ററി പാർട്ടി യോഗത്തിനു ശേഷം ഘടകകക്ഷികളുമായി നിരീക്ഷകർ ചർച്ച നടത്തിയിരുന്നു. പൊതുവികാരം മാനിക്കണമെന്ന നിലപാടാണ് ഘടകകക്ഷികൾ നിരീക്ഷകരെ അറിയിച്ചത്. മുന്നണിയെ ഒറ്റക്കെട്ടായി നയിച്ചവരെ പരിഗണിക്കണമെന്ന നിലപാട് വി.ഡി. സതീശന് അനുകൂലമാണ്. കോൺഗ്രസ് ആരെ തീരുമാനിച്ചാലും അതിനൊപ്പമാണെന്ന് ചില ഘടകകക്ഷികളും വ്യക്തമാക്കി. ലീഗിന്റെ പിന്തുണയും വി.ഡി. സതീശനാണ്. നാളെയോ മറ്റന്നാളോ റിപ്പോർട്ട് കൈമാറുന്ന മുറയ്ക്ക് വി.ഡി. സതീശൻ, രമേശ് ചെന്നിത്തല, സണ്ണി ജോസഫ് അടക്കമുള്ള നേതാക്കളെ ഡൽഹിക്ക് വിളിപ്പിക്കും. 16-ാം തീയതിക്ക് മുമ്പ് സത്യപ്രതിജ്ഞ നടത്താനാകുമോ എന്നുള്ള കാര്യവും ചർച്ച ചെയ്യുന്നുണ്ട്. മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിനുള്ള ചർച്ചകൾ പരസ്യപ്പോരിലേക്ക് എത്തിക്കാതെ കൈകാര്യം ചെയ്യാനാണ് കോൺഗ്രസ് നീക്കം. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.